ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ വെണ്ടക്ക തോരനാണ് തയ്യാറാക്കുന്നത്. ഈ റെസിപ്പിയിൽ ഈ വെണ്ടക്ക തോരൻ സാധാരണ വെക്കുന്നതിൽ നിന്ന് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് വെണ്ടക്ക തോരൻ കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവർക്കും ഇത് ആഡ് ചെയ്യുന്നതോടുകൂടി ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റുള്ള ഒരു വെണ്ടക്ക തോരനാണ് ഇന്ന് തയ്യാറാക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. ഇനി വെണ്ടക്ക തോരന് തയ്യാറാക്കുന്നതിന് ആവശ്യത്തിന് വെണ്ടക്ക ഇതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തു വച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലോട്ട് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് പൊട്ടി വരുമ്പോൾ അതിലോട്ട് വേപ്പില, ചുവന്ന മുളക് ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് ഒരു മീഡിയം സബോള കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടക്ക ഇട്ട് കൊടുക്കുകയാണ്. അത് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ വെണ്ടക്ക ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പച്ചക്കറിയാണ്. അപ്പോൾ അത് കുട്ടികൾ ഇങ്ങനെ വെറുതെ ഉപ്പേരി വെച്ച് കൊടുക്കുമ്പോൾ കഴിക്കില്ല. അപ്പോൾ ഇതിൽ ഞാൻ ആഡ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ആഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊക്കെ ഇഷ്ടപ്പെടും. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അത് മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മൂടി വെക്കുന്നുണ്ട്. കൂടുതൽ വേവാൻ പാടില്ല. ഇനിയാണ് ഈ ഉപ്പേരിയുടെ സീക്രറ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 2 കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഞാൻ ഇതിലോട്ട് നടുവിൽ സ്പേസ് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് നേരത്തിന് ഇളക്കാതെ മാറ്റി വെക്കണം. 2 കോഴിമുട്ടയിൽ ഉപ്പ് ഇട്ടിട്ടാണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ജസ്റ്റ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. വെറും ഉപ്പേരി മാത്രമാകുമ്പോൾ അവർ കഴിക്കില്ല. അപ്പോൾ ഇതുപോലെ കോഴിമുട്ടൊക്കെ ഇങ്ങനെ സ്ക്രാമ്പിൾ ചെയ്തിട്ട് ഇതിലൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ കഴിക്കും. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടക്ക തോരനാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക. ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. താങ്ക് യു. അസ്സലാമു അലൈക്കും.